പണ്ടൊരിക്കൽ ഞാൻ ഒരനുഭവം ഞാൻ കണ്ടിരുന്നു കേട്ടോ. കാര്യം ഒരു വീടുമായിട്ട് പിണങ്ങി കിടന്ന എല്ലാം വാങ്ങിച്ച് നശിപ്പിച്ച ഒരു മകൻ. ഒരു വലിയ കുടുംബത്തിലെയാ. ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. അവര് അവസാനം ആ ആ ആ സ്ത്രീ ഉണ്ടല്ലോ, ഇവന്റെ ഈ ശല്യം കാരണം വളരെ അങ്ങ് അസ്വസ്ഥയായിരുന്നു. മറ്റു മക്കളെല്ലാം അവരുമായിട്ട് വളരെ അടുപ്പത്തിലും നല്ല സ്നേഹത്തിലുമാണ്. അവര് അവര് മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോ ആ ശവശരീരം സംസ്കരിക്കാനായിട്ട്, മൃതദേഹം സംസ്കരിക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ അത് ചിതയൊരുക്കുക. അപ്പോൾ അറിയാലോ, ഒരു ഹിന്ദു സഹോദരിയാണ്. ആ അവര് ഈ ചിതയൊരുക്കാറ എല്ലാം റെഡിയായി ഇതായപ്പോഴത്തേക്കുണ്ടല്ലോ, പോലീസ് വന്നു വീട്ടിൽ. അന്നത്തെ കാലത്ത് ഇത് വളരെ പണ്ട് നടന്ന ഒരു കാര്യമാണ്. ഈ മകൻ ഇവരെ കൊന്നതാണ്. അതായത് ഒരു പരാതി അങ്ങ് എഴുതി കൊടുത്തു. അതായത് എൻ്റെ അമ്മയെ, ഇവനെ വീട്ടിൽ കയറാൻ നടക്കുന്നവനാണ്, മുടിയനായ പുത്രൻ, എല്ലാം നശിപ്പിച്ചിട്ട് കുടുംബം വീടും ഒന്നുമില്ല, ആ രീതി നടക്കുന്ന വരുന്ന അവൻ പരാതി എഴുതി കൊടുത്തു, എൻ്റെ അമ്മയെ കൊലപ്പെടുത്തിയതാണ്, അന്വേഷിക്കണം. അവസാനം എന്താണെന്നറിയോ, പോസ്റ്റ്മോർട്ടം ചെയ്യണം. അപ്പോൾ എനിക്കതിനകത്ത് വളരെ താല്പര്യമായിട്ട് തോന്നി എന്തെന്നറിയോ, ആ പോലീസ് ഉദ്യോഗസ്ഥനെ അവർക്കറിയാം ഇത് കള്ളമായവൻ ചെയ്തെന്ന്. പക്ഷേ നിയമമല്ലേ, അവർക്കൊന്നും ചെയ്യാൻ വയ്യ. അവിടെ പോസ്റ്റ്മോർട്ടത്തിനുള്ള ഇതെല്ലാം വിളിച്ചു നിർത്തി. അവർ പറഞ്ഞു, നീ വന്നില്ല ഇവൻ്റെ അടുത്ത്, നീ ഇവിടെ വന്ന് നിൽക്ക്. അയ്യല്ലേ, എനിക്ക് എന്താ കാണാൻ വയ്യാതെ? അല്ലോ, എൻ്റെ അമ്മയെ അറുത്ത് നീ കാണണം, കാരണം നിനക്കതല്ലേ ആവശ്യം, നീ വന്ന് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. വളരെ പണ്ടാണിത്. അതായത് ഇത് 1900 ഏതാണ്ട് 80കളിലാണ്, 80കളുടെ ആദ്യമാണ് കാലത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. എന്ന് പറഞ്ഞ പോലെ ഇത് ചില മക്കൾക്ക് ഉള്ള ഒരു ഇടപാടാണ് ഇതുപോലെ. അപ്പോൾ അവരെ മരണത്തിൽ പോലും അവരെ വെറുതെ വിടുന്നില്ല എന്ന് നമ്മൾ കണ്ടില്ലേ. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ശ്രീ ലോറൻസിനെയും മരണത്തിൽ പോലും വെറുതെ വിടുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. അദ്ദേഹം വളരെ വലിയ ഉദാത്തമായ ഒരു കാര്യമാണ് സ്വീകരിച്ചേക്കുന്നത്. കാരണം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്. അതുകൊണ്ടാണത്. അദ്ദേഹം അത് മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇന്നതാണ്, കുട്ടികൾക്ക് പഠനാവശ്യത്തിന് കൊടുക്കണമെന്നാണ്. മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ജനങ്ങൾക്കുണ്ടായിക്കോട്ടെ എന്നുള്ള ഒരു കരുതലാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു യഥാർത്ഥത്തിലെ ആ ബാധ്യത അദ്ദേഹം നിറവേറ്റിയാണ്. പല കമ്മ്യൂണിസ്റ്റുകാരും എൻ്റെ ചുമതല ഞാൻ നിറവേറ്റി എന്ന് പറയുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. അത് ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ ചുമതല നിറവേറ്റുന്നതാണ് ശ്രീ ലോറൻസ് ചെയ്തതാണ് ഏറ്റവും വലിയ ചുമതല നിറവേറ്റിയത്. കാരണം എങ്ങനെയായിരിക്കണം ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് അദ്ദേഹം കാണിച്ചാണ്, മരണത്തിൽ പോലും. പക്ഷേ അതിന് വിഘാതമായിട്ട് നിൽക്കുന്ന ആരാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ BJPയിലേക്ക് കയറിയ ഒരു മകളും ആ മകളുടെ മകനും. ഏതായാലും ശരി, അവരെ ആരും ഉപദ്രവിച്ചൊന്നുമില്ല. ആ രീതിയിൽ അത്രയും ബഹളം ഉണ്ടാക്കിയിട്ടും പോലും അവരെ ഉപദ്രവിച്ചില്ല. കാരണം മകളും പേരക്കുട്ടിയാണ്. ഏതായാലും വളരെ മോശമായി ഒരു മനുഷ്യനോട് കാണിക്കുന്ന. അദ്ദേഹം ഒരു വലിയ നേതാവായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ആ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആ വിയോഗത്തിൽ നമുക്കൊക്കെ വിഷമമുണ്ട്. കാരണം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ആകാത്ത രീതിയിൽ അത് കോടതിയിലേക്ക് വലിച്ചഴിച്ചത് വളരെ തെറ്റായിപ്പോയി. 2 മക്കൾ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ കേട്ടു, മതി, നിയമത്തിൽ അത് മതി, 2 പേര് പറഞ്ഞാൽ മതി. ആ മക്കൾക്കൊരിക്കലും സ്വന്തം അപ്പച്ചൻ്റെ ആ ശവശരീരം ഇതുപോലെ കീറിമുറിക്കാനായിട്ട് കൊടുക്കാൻ ഇഷ്ടപ്പെടത്തില്ലല്ലോ സാധാരണഗതിയിൽ. പക്ഷെ അവർ ഇഷ്ടപ്പെട്ട എന്തുകൊണ്ടാണ്? അവരുടെ അപ്പച്ചൻ്റെ ആഗ്രഹമായതുകൊണ്ടാണ്. അതൊന്ന് തിരിച്ചറിയണം ഈ മകള്. ഇനിയെങ്കിലും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും ഇതുപോലെ ബഹളം ഉണ്ടാക്കരുത്, ഇതേപോലെ ചെയ്യരുത്.